എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സരിത പ്രേം. ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നതിന് മുമ്പേ ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രധാന കാര്യങ്ങൾ. കാരണം ലിപ്സ്റ്റിക് എല്ലാവർക്കും ഒരു ക്രേസ് ആണ്. ഇപ്പൊ ഫീമെയിൽസ് മാത്രമല്ല, ഈവൻ മെയിൽസും ലിപ്സ്റ്റിക് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ലിപ്സ്റ്റിക് ഇടുമ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവുന്ന അബദ്ധങ്ങൾ, അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ലാസ്റ്റ് ചെയ്യുന്നില്ല, ലിപ്സ്റ്റിക് ഏത് സെലക്ട് ചെയ്യണം എന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ട്. ലിപ്സ്റ്റിക് ശരിക്കും പറഞ്ഞ ഇപ്പൊ ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ് എല്ലാവർക്കും. പക്ഷെ ലിപ്സ്റ്റിക് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ വളരെ കീനായിട്ട് നിങ്ങൾ ആലോചിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ലിപ്സ് തീർച്ചയായിട്ടും ഡാമേജ്ഡ് ആവും. എനിക്ക് അടുത്തിടയ്ക്ക് ക്ലിനിക്കിൽ വന്ന 1-2 കേസുകൾ പറയാനാണെങ്കിൽ, ലിപ്സ്റ്റിക് ഓൺലൈനിൽ നിന്ന് ലിപ്സ്റ്റിക് വാങ്ങി ഉപയോഗിച്ചിട്ട് ലിപ്സ് ഫുള്ള് ഡാർക്ക് ആവുകയും ഫുള്ളായിട്ട് പീൽ ആവുകയും ഒക്കെ ചെയ്ത കുറച്ച് കേസസ് ഉണ്ട്. ഇൻഫെക്ഷൻ അടിച്ച് 1-2 കേസസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ ഓൺലൈനിൽ ലിപ്സ്റ്റിക് വാങ്ങിക്കുമ്പോൾ വളരെയധികം കീനായിട്ട് നോക്കുക, അതിന്റെ കണ്ടന്റ്സ് മനസ്സിലാക്കുക, അതൊരു നല്ല ബ്രാൻഡ് ആണോ നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഓർഗാനിക് ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് ആണ്. കാരണം പല ആയുർവേദിക് കോസ്മെറ്റോളജിസ്റ്റ് ഒക്കെ ഓർഗാനിക് ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെ കൺസൾട്ട് ചെയ്ത് നിങ്ങളുടെ ലിപ്സിന് അനുയോജ്യമായ കളറ് സെലക്ട് ചെയ്തെടുക്കുക, നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ഇന്നെവിറ്റബിൾ ആണെന്നുണ്ടെങ്കിൽ. അല്ലാതെ നിങ്ങൾ ഓൺലൈനിൽ ഓരോ പ്രോഡക്ട്സ് വാങ്ങിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയും അത് തിരിച്ച് ലിപ്സിൽ ഒരുപാട് തരത്തിലുള്ള റിയാക്ഷൻസ് തരികയും ചെയ്യുന്നതായിട്ട് ഇപ്പൊ ക്ലിനിക്കിൽ കാണുന്നുണ്ട്. കാരണം സാധാരണ ലിപ്സ്റ്റിക്സിൽ ഇപ്പം നമ്മൾ കെമിക്കൽ ലിപ്സ്റ്റിക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ, അതർ ഓർഗാനിക് വിട്ട് മറ്റു ലിപ്സ്റ്റിക് നോക്കുകയാണെങ്കിൽ ലെഡ്, കാഡ്മിയം ഒക്കെ ചേർക്കുന്നുണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലിപ്സിനെ കൂടുതൽ ഡാർക്ക് ആകുകയും അതിന്റെ കംപ്ലീറ്റ് ആയിട്ട് അതിനെ ഒരു മോശമായ ലുക്കിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ലിപ്സ്റ്റിക് ലാസ്റ്റ് ചെയ്യുന്നില്ല, ലാസ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യണമെന്നും പലരും ചോദിക്കാറുണ്ട്. ലിപ്സ്റ്റിക് ലാസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരൽപ്പം ലിപ് ബാം അല്ലെങ്കിൽ ലിപ് കെയർ ഇട്ടതിന് ശേഷം മാത്രം ലിപ്സ്റ്റിക് യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. പിന്നെ മാക്സിമം എല്ലാവർക്കും ഈ ലിപ്സ് ലിക്ക് ചെയ്യുന്നൊരു ശീലമുണ്ട്. അപ്പോൾ ലിപ്സിനെ കടിക്കുക, ലിപ്സ് ലിക്ക് ചെയ്യുന്നൊരു ശീലമുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിലേക്ക് പോവുകയും ചെയ്യും. അത് മാത്രമല്ല, ഇത് നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ലാസ്റ്റ് ചെയ്ത് കിടക്കുകയും ചെയ്യില്ല. അപ്പൊ ആ ഒരു ടെൻഡൻസി നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പോൾ ലിപ്സ്റ്റിക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഓർഗാനിക് ആയിട്ടുള്ള ഫോംസ് സെലക്ട് ചെയ്യാൻ നോക്കുക. കാരണം അതിനകത്ത് കൂടുതലും വാക്സസും ഓയിൽസും മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വേറെ വലിയ ഹാർഷ് കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. അപ്പൊ നിങ്ങൾക്ക് ലിപ്സിന് അത് യൂസ് ചെയ്യാനും കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അപ്പം നമ്മൾക്ക് കുറച്ച് ക്ലീനായിട്ട് അതിന്റെ അളവുകളും കാര്യങ്ങളും ഒക്കെ മെഷർ ചെയ്ത് കൃത്യമായിട്ടായിരിക്കും അതിനെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലിപ്സിനെ കുറച്ച് ബെറ്റർ ആക്കത്തതേ ഉള്ളൂ. ലിപ് ബാം യൂസ് ചെയ്യുമ്പോഴും പലർക്കും അതും ഒരു കൺഫ്യൂഷനാണ്. കാരണം ലിപ് ബാം എപ്പോഴും അപ്ലൈ ചെയ്യണോ, അല്ലെങ്കിൽ അത് ട്വൈസ് ആണ്. ലിപ് ബാം തന്നെ പല ടൈപ്പ് വരും. ലിപ് ബാം ലിപ്സിന്റെ ട്രീറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ട് വരും. ലിപ്സിനെ പിഗ്മെന്റേഷൻ കുറയ്ക്കുന്ന ലിപ് ബാം ഉണ്ട്, ടിൻഡഡ് ആയിട്ട് വരും. അപ്പൊ നിങ്ങളുടെ ലിപ്സിന്റെ ഒരു ടിൻഡ് ഏതാണെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പിഗ്മെന്റഡ് ലിപ്സ് ആണെങ്കിൽ കഴിവതും ടിൻഡഡ് യൂസ് ചെയ്യേണ്ട, കുറച്ച് പിഗ്മെന്റേഷൻ മാറ്റുന്ന തരത്തിലുള്ള ലിപ് ബാംസ് യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഓൺലൈനിൽ ഒരു കാണുന്ന ലിപ്സ്റ്റിക് അല്ലെങ്കിൽ അധികം നിങ്ങൾക്ക് കണ്ടൻസ് മനസ്സിലാവാത്ത ലിപ്സ്റ്റിക് ആണെങ്കിൽ അത് യൂസ് ചെയ്യരുത്. പിന്നെ അതേപോലെ തന്നെ ലിപ്സ്റ്റിക് ഇപ്പൊ ഹോസ്റ്റൽസിലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ലിപ്സ്റ്റിക്സ് പലപ്പോഴും എക്സ്ചേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ ഒരാൾ തന്നെ അപ്ലൈ ചെയ്യുന്ന ലിപ്സ്റ്റിക് പലരും യൂസ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അതും ഒഴിവാക്കുക. അതും നിങ്ങൾക്ക് പലതരത്തിലുള്ള ഇൻഫെക്ഷൻ സാധ്യതയുണ്ട്. കാരണം എല്ലാ പ്രോഡക്ട്സും എല്ലാവർക്കും ഒരേപോലെ തന്നെ യോജിക്കണമെന്നില്ല. പിന്നെ പലർക്കും പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് കാണും. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്, നിങ്ങളുടെ ലിപ് പ്രോഡക്ട്സ് മാക്സിമം നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കണം. അത് ഏറ്റവും കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഏറെക്കുറെ ഇതിന്റെ ഒരു ഇൻഫെക്ഷൻ സ്റ്റേജിനെ തടയാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ലിപ്സ്റ്റിക് വേണമെന്നുണ്ടെങ്കിൽ പ്യുവർലി ഓർഗാനിക് ആയിട്ട് ലിപ്സ്റ്റിക്സിനെ ട്രൈ ചെയ്യാം.